ന്യൂക്ലിയർ ബോംബ് എന്ന് പറഞ്ഞ കേസുമായിട്ട് നമുക്ക് ഇതൊന്ന് കമ്പയർ ചെയ്ത് ന്യൂക്ലിയർ എനർജി. ന്യൂക്ലിയർ എനർജിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പൊ ന്യൂക്ലിയർ എനർജിനെ രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ ഡബിൾ എഡ്ജഡ് സോർഡ് എന്നൊക്കെ പറഞ്ഞ പോലെ ബോംബ് പൊട്ടിക്കാനും ഉപയോഗിക്കാൻ പറ്റും, അതുപോലെ തന്നെ നല്ല പർപ്പസിന് എനർജി പ്രൊഡക്ഷനും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു ഭീകരത, ഇതൊരു ബോംബായിട്ടൊക്കെ പൊട്ടിയാൽ എത്രത്തോളം ഭീകരത ഉണ്ടാവുന്നില്ലെന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ടും അല്ലെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള സ്റ്റോറികളൊക്കെ കേട്ടത് കൊണ്ടും ആ ഭീകരാവസ്ഥ ഒരു പക്ഷെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയതുകൊണ്ടുമാണ് നമ്മൾ അതിന്റെ ഒരു റെസ്പോൺസിബിൾ യൂസ് എന്നുള്ള രീതിയിലേക്ക് എല്ലാ രാജ്യങ്ങളും ഒക്കെ മാറിയിട്ടുണ്ട്. റെസ്പോൺസിബിൾ യൂസ് അല്ലെങ്കിൽ അത്തരത്തിലെ ട്രീറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ന്യൂക്ലിയർ ബോംബ് അല്ലെങ്കിൽ ന്യൂക്ലിയർ എനർജി മോശമായിട്ടൊന്നും ഉപയോഗിക്കരുത് എന്നുള്ള രീതിയിൽ. ഒരു പക്ഷേ എഐയുടെ കാര്യത്തിലും ഇത്തരത്തിലുള്ള റെസ്പോൺസിബിൾ യൂസ് ഓഫ് എഐ എന്നുള്ള രീതിയിലേക്കും നമ്മളൊക്കെ ചിന്തിക്കേണ്ട അവസ്ഥ ഉണ്ട്. ഇതിനെ ഇനി നമുക്ക് തടുത്തു വെക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല, തടുത്തു വെക്കാനും പാടില്ല. കാരണം ടെക്നോളജി വന്നത് കൂടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട് മാറിയിട്ടുണ്ട്. എ എന്ന് പറഞ്ഞ സംഭവത്തെ നമുക്ക് ഒരിക്കലും തടുത്തു വെക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. പക്ഷെ അതിന്റെ ഒരു റെസ്പോൺസിബിൾ യൂസ് എന്നുള്ള രീതിയിലേക്ക് നമ്മളൊക്കെ ആലോചിക്കാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലേക്കുള്ള ഒരു ഡെവലപ്മെന്റുമാണ് ഒരു പക്ഷെ ലോകത്ത് വരുന്നത്. ഫ്യൂച്ചർ ഓഫ് വർക്ക് എന്ന് പറഞ്ഞ സംഭവത്തില് ഇവിടെ ഇപ്പം കൊറോ ഹെൽത്തിലെ സ്റ്റാഫുകൾ ഒരു പക്ഷെ ചെയ്യേണ്ടിയിരുന്നത്, ഞാൻ അവരോട് ഇഷ്ടത്തോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്, എല്ലാവർക്കും ബാധകമാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് മാത്രമാണ് ഇവരെ നമുക്ക് പറയാൻ പറ്റുക. കൊറോ ഹെൽത്തിലെ സ്റ്റാഫ് ശരിക്കും ഇത് മുൻകൂട്ടി കാണണമായിരുന്നു എന്നാണ് ഞാൻ പറയാ. അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇത് മുൻകൂട്ടി കാണണമായിരുന്നു എന്ന് ഞാൻ പറയാ. ഈവൻ ഓൺടർപ്രണർഷിപ്പ് പൊസിഷനിലുള്ള ആളുകൾ പോലും ഓൺടർപ്രണർഷിപ്പ് പോലും ഇനി സേഫ് ആയിട്ടുള്ള ഒരു കരിയർ ആയിട്ട് കാണാൻ പറ്റില്ല. കാരണം ഓൺടർപ്രണർഷിപ്പിൽ പോലും ഇന്നത്തെ കാലത്തിന്റെ വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ അപ്പൊ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടെന്നുള്ളത് പല രീതിയിലും നമ്മളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ആ സീരിയസ്നെസ്സിലേക്ക് നമുക്ക് വരാത്തത് കൊണ്ടാണ് ഒരുപക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഇത്തരത്തിലുള്ള ജോബുകൾ ഇല്ലാതാകുമ്പോൾ നമ്മളൊക്കെ എന്താ പറയാ ഭയങ്കര വികാരപരമായിട്ട് പ്രതികരിക്കണവും അല്ലെങ്കിൽ അതിനുള്ളൊരു തയ്യാറെടുപ്പ് ഇല്ലാത്തൊരു സിറ്റുവേഷനും. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളത് കണ്ടിന്യൂസ്ലി അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം നിങ്ങളുടെ ജോബ്, ഈവൺ ഇഫ് ഇറ്റ് ഇസ് എ ഗവൺമെന്റ് ജോബ്, ഈവൺ ഇഫ് ഇറ്റ് ഇസ് എ പ്രൈവറ്റ് ജോബ്, ഈവൺ ഇഫ് ഇറ്റ് ഇസ് എ ഹോട്ട് കരിയർ, ഇപ്പം ഡോക്ടർ, ടീച്ചർ, ഇങ്ങനെയൊക്കെ ഒരുപാട് നല്ല പ്രൊഫഷണൽ കരിയേഴ്സ് ഉണ്ട്. ആ കരിയറുകളിൽ പോലും ആസിറ്റീസ് ഉണ്ടാവില്ല പറയുന്നത്. വേറൊരു സ്റ്റേറ്റ്മെന്റ്, മെനി ഓഫ് ദി സ്റ്റുഡൻസ് ആർ സ്റ്റഡിയിങ് ഫോർ ജോബ്സ് ദാറ്റ് വോണ്ട് എക്സിസ്റ്റ് ഇൻ ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഭാവിയിൽ ഇല്ലാതാക്കുന്ന ജോബുകൾക്ക് വേണ്ടിയിട്ടാണ്. 2030 പല ജോബുകളും ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല അല്ലെങ്കിൽ ഇപ്പോഴും ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇത് എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം. കാരണം നമുക്കിത് ഓവർകം ചെയ്തേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം മെഷേഴ്സ്, ഒരു റെമഡിയൽ മെഷേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഓഫ് കോഴ്സ് വൺ ഈസ് ദാറ്റ് ഫ്യൂച്ചർ ഓഫ് വർക്ക് എന്ന് പറയുമ്പോൾ ഇത്രയും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള പല സംഭവങ്ങളും വരുമ്പോഴും അവിടെ ഞങ്ങളൊക്കെ കാണുന്നത് ഫ്യൂച്ചർ ഓഫ് വർക്ക് ഈസ് ഓൾ അബൌട്ട് പ്രൂഫ് ഓഫ് വർക്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഫ്യൂച്ചർ ഓഫ് വർക്ക് ഈസ് ഓൾ അബൌട്ട് പ്രൂഫ് ഓഫ് വർക്ക്. അതായത് വരും കാലങ്ങളിൽ നമ്മൾ എന്തെല്ലാം ചെയ്യേണ്ടെന്നുള്ളത് കംപ്ലീറ്റ്ലി റെക്കോർഡിക്കൽ ആയിട്ടുള്ള പോർട്ട്ഫോളിയോസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വാട്ട് വി ഡിഡ് ഓൾ ദീസ് ഇയേഴ്സ് എന്നുള്ളത്, നമ്മൾ പ്രൂഫ് ഓഫ് ലേണിംഗ് എന്താണ്, പ്രൂഫ് ഓഫ് വർക്ക് എന്താണ്, പ്രൂഫ് ഓഫ് സ്കില്ലുകൾ എന്താണ്, സ്കിൽ സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ഉണ്ട്. മൾട്ടിപ്പിൾ സ്കില്ലുകൾ നമ്മളിങ്ങനെ കുമിഞ്ഞു പൊടിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പം ഏതെങ്കിലും ഒരു കാലത്ത് ഇപ്പൊ എന്തെങ്കിലും ഒരു അക്കൗണ്ടിങ് സ്കില്ലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്കില്ലോ നമ്മൾ ഡെവലപ്പ് ചെയ്തു എന്നുള്ളത് ഇനി പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല. അത് അന്നായിരുന്നു. അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് എന്താന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള സ്കിൽ സ്റ്റാക്കിങ് ഒരു ഹാബിറ്റ് ആക്കി മാറ്റണം. സ്കില്ലുകളിൽ തന്നെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, പണ്ട് ടി ഷേപ്ഡ് സ്കില്ലുകൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. ഇന്ന് ടി ഷേപ്ഡ് സ്കില്ലുകൾക്കും അല്ല, ഐ ഷേപ്ഡ് സ്കില്ലിനായിരുന്നു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. ഇന്ന് ഐ ഷേപ്ഡും വിട്ട്, ഐ ഷേപ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടിക്കലി ഒരു സംഭവത്തിൽ ഡീപ്പ് നോളജ് ഉണ്ടാവുക എന്നുള്ളതായിരുന്നു. ഇന്ന് അതൊക്കെ വിട്ട് ടി ഷേപ്ഡ്, എം ഷേപ്ഡ് അല്ലെങ്കിൽ പൈ ഷേപ്ഡ്, ഇങ്ങനെ മറ്റു പല രീതിയിലെ സ്കില്ലുകളൊക്കെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഓരോന്നും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം ഒരു പക്ഷെ നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വളരെ വൺ സൈഡഡ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാനൊക്കെ ഇതിനെ കാണുന്നത് അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള ആളുകളൊക്കെ ഇതിനെ കാണുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഡെവലപ്മെന്റ്സ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്കില്ലുകൾക്കൊക്കെ ഷെൽഫ് ലൈഫ് എന്നുള്ള കോൺസെപ്റ്റ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ആ ഷെൽഫ് ലൈഫ് ഓരോ സ്കില്ലുകൾക്കും മുന്നേ 10-15 വർഷമൊക്കെ ആയിരുന്നെങ്കിൽ റൈറ്റ് നൗ ഇറ്റ് ഈസ് ഓൺലി 1 ഇയർ, അല്ലെങ്കിൽ ഒരു 1 ഇയർ കിട്ടിയാൽ അത്ഭുതമായി എന്നുള്ള സിറ്റുവേഷനിലേക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഒരു ലൈഫ് ലോങ് ലേണിംഗ് മോഡിലേക്ക് വരിക എന്നുള്ളതാണ് മറ്റൊരു കോൺസെപ്റ്റ്. കണ്ടിന്യൂസ്ലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത്. ഏത് പൊസിഷനിലും, ഏത് കൊമ്പത്തെ പൊസിഷനിലും, കൊമ്പത്തെ എക്സ്പീരിയൻസിലാണെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള അപ്ഡേഷൻസിലേക്ക് വരണം. അവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോ ലേണിംഗ് അല്ലെങ്കിൽ നാനോ ലേണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ വലിയ എന്താ പറയുക, വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ഒരു ഭാഗത്തുണ്ട്. ഇത്തരത്തിലുള്ള മൈക്രോ ലേണിംഗും നാനോ ലേണിംഗിലേക്കൊക്കെ നമ്മൾ പോകുക എന്നുള്ളതാണ് മറ്റൊരു സംഭവം. ഇങ്ങനെ ഓരോ സംഭവം. ഇനി മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ജോലികൾ ഇല്ലാത്തൊരു കാലത്തേക്ക് പോകുമ്പോൾ ഒരു പക്ഷേ ഗിഗ് എക്കോണമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഗിഗ് കരിയറുകളുടെ ഏറ്റവും വലിയൊരു കാലത്തേക്കാണ് നമ്മളൊക്കെ എൻട്രി ചെയ്യുന്നത്. ഒരു പക്ഷേ ഗിഗ് കരിയർ ഗൈഡൻസ് ആയിരിക്കും നമ്മളെ പോലുള്ള ആളുകൾക്ക് ഒരു പക്ഷേ ഇനി ബാക്കിയുള്ള ആളുകൾക്ക്
അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് താഴെയുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. ഗിഗ് കരിയറുകളുടെ പോസിബിലിറ്റി എന്താണ്, ഇനി ഗിഗ് കരിയറുകളുടെ ലോകത്ത് ഉണ്ടാവുള്ളൂ, ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളിലേക്കാണ് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡാപ്റ്റബിലിറ്റി കോഷ്യന്റ് ഐക്യുവിനെയും കാട്ടിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാലത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇമോഷണൽ കോഷ്യന്റ് ഐക്യുവിനെക്കാട്ടിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാലത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഹ്യൂമൻ വാല്യൂസ് അല്ലെങ്കിൽ ഹ്യൂമൻ സ്കില്ലുകള്, ഇങ്ങനത്തെ പല രീതിയിലെ സാധനങ്ങളും ഇപ്പം നേരത്തെ മൈക്രോ ലേണിംഗും നാനോ ലേണിംഗും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കാലത്തിന്റെ ഒരു അനിവാര്യതയാണെങ്കിൽ, അതുപോലെ തന്നെ മറ്റൊരു അനിവാര്യതയാണ് ഇപ്പുറത്ത് നമുക്ക് മിസ്സായിക്കൊണ്ടിരിക്കുന്ന ഒരു ആസ്പെക്ട് ഉണ്ട്, ഡീപ്പ് ലേണിംഗ് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. അതായത് ഡീപ്പ് ലേണിംഗ് ഇപ്പൊ ആളുകൾക്ക് ഒരു സംഭവത്തിൽ ഡീപ്പ് വർക്ക്, ഡീപ്പ് ഫോക്കസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ എവിടെയൊക്കെ വെറും റീലുകളുടെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഷോർട്ടുകളിലേക്കൊക്കെ മാത്രം ഷ്രിങ്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ അറ്റൻഷൻ സ്പാൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. സോ ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തില് എന്താ പറയുക, ഒരുപാട് മാറ്റങ്ങൾ ഒരു ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമുക്ക് എത്രത്തോളം അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എത്രത്തോളം ക്വിക്കായിട്ട് ആ ഒരു ലോകത്തേക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആ ഒരു ഫ്യൂച്ചറിനോട് അഗാധമായ ഒരു പ്രണയത്തിലേക്ക് പോകുന്നുണ്ടോ, അങ്ങനത്തെ ആളുകൾക്ക് മാത്രമേ ഇതിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ സങ്കടപരമായിട്ടുള്ള ഒരു വസ്തുത. നമ്മുടെ നോഹയുടെ പേടകം ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ നോഹ ഒരു വലിയൊരു മഹാപ്രളയം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അത്തരത്തിലൊരു പേടകം ഉണ്ടാക്കുന്നത്, അതിൽ കയറിയിട്ട് ചില ആളുകൾ രക്ഷപ്പെട്ടു പോകുന്നത്. ആക്ച്വലി ഞങ്ങൾക്കൊക്കെ തോന്നി പോകുന്നത് അത്തരത്തില് ഇപ്പൊ കഴിഞ്ഞ ഡിസംബറിൽ ഇവിടെ ഒന്ന് ഗാനയിലോ ഏതോ ഒരാളെ പുള്ളി ഒരു ഇൻഫ്ലുവൻസറോ ആരോ ഒന്ന് ഇതുപോലെ ഒരു പേടകം ഉണ്ടാക്കിയിട്ട് ലോകം അവസാനിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കഥയൊക്കെ ഉണ്ടാക്കിയിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി വേണ്ട രീതിയിലുള്ള ഡാറ്റയും പ്രൂഫും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആരും വിശ്വസിച്ചില്ല. ഇനഫ് ഡാറ്റ, ഇനഫ് പ്രൂഫ് നമ്മുടെ കൊച്ചു കേരളത്തിലടക്കം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. ദർ ആർ പ്ലെന്റി ഓഫ് ഡാറ്റാസ് അവൈലബിൾ ഓൾ അറൌണ്ട് അസ്. ഇത്തരത്തിലുള്ള വലിയൊരു മഹാപ്രളയം വരാൻ പോകുന്നത്. ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ആരൊക്കെ ഇത് മുൻകൂട്ടി കണ്ട് ഇത്തരത്തിലുള്ള ഫ്യൂച്ചറിസ്റ്റിക് ഷിപ്പുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നു അവർക്ക് രക്ഷപ്പെടാൻ പറ്റും. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് വേണ്ടപ്പെട്ട പല ആളുകളെയും ഈ മഹാപ്രളയത്തിൽ മിസ്സായി പോകും. അതായത് ഈ കളിക്കളം അറിയുന്ന, കളി അറിയുന്ന ആളുകളൊക്കെ ആ കാലഘട്ടത്തിനനുസരിച്ച് അവിടെ അഡാപ്റ്റ് ചെയ്ത് വരുമ്പോൾ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നിൽക്കുന്ന, ഇതൊന്നും നമ്മളെ ബാധിക്കില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ചില ആളുകൾ, വേണ്ടപ്പെട്ട ആളുകൾ, എ മേജർ നമ്പർ ഓഫ് പേഴ്സൺസ് അൺഫോർച്ചുനേറ്റ്ലി ഇതിൽ നിന്നൊക്കെ ഔട്ടായി പോകുന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും സങ്കടമായിട്ടുള്ള വസ്തുത. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ ഇതിലൊന്നും പെട്ടുപോകാതിരിക്കുക. ഇനി എങ്ങനെയൊക്കെ ഇതിനൊക്കെ അതിജീവിക്കുക വെച്ചാൽ പല രീതിയിലും ഇത്തരത്തിലുള്ള സ്കില്ലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ബൈ ഡിഫാൾട്ട് ഒരു ഡാറ്റ റിസർച്ചറായി മാറിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഞാനൊക്കെ ഇന്ന് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ഡാറ്റകളും അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോറോ ഹെൽത്തിൽ എന്ത് സംഭവിച്ചു, വാട്ട് ഓൾ ആർ ദി റീസൺസ്, അല്ലെങ്കിൽ മറ്റൊരു ലേ ഓഫ് നടക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ മറ്റു പുതിയൊരു ഡൊമൈൻ ഉണ്ടാകുമ്പോൾ. ഇന്നത്തെ കാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ബ്ലൂ ഓഷ്യൻ ഓപ്പർച്യൂണിറ്റീസിന്റെ ഒരു കാലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത് ബ്ലൂ ഓഷ്യൻ. അതായത് ട്രഡീഷണൽ റെഡ് ഓഷ്യൻ മാർക്കറ്റുകളും ഡൊമൈനുകളും ഒക്കെ ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. സോ അവിടെ സംഭവിക്കുന്നത് പുതിയ പുതിയ കരിയറുകൾ, പുതിയ പുതിയ ഡൊമൈനുകളെ എമർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ബ്ലൂ ഓഷ്യൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഹൈലി ഇൻട്രസ്റ്റിംഗ്. നമുക്ക് തന്നെ സ്വന്തമായിട്ട് കരിയറുകൾ ഒക്കെ സെൽഫ് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാലം. ഇങ്ങനെ എന്താ പറയുക, രസകരമായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ലോകത്തും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈക്വലി ഭയാനകമായിട്ടുള്ള സംഭവങ്ങളും. സോ ഇവിടെ ഇത്തരത്തിലൊക്കെ കുറെ കാര്യങ്ങളെ കുറിച്ച് ചെറിയൊരു ബോധം ഉണ്ടാവുക, അതുപോലെ തന്നെ മറ്റാളുകൾക്ക് ഇത്തരത്തിൽ അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഒരുപക്ഷെ നമ്മളൊക്കെ ചെയ്യേണ്ടത്. പിന്നെ ഇതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന ഒരു സംഭവം വെച്ചാൽ, ഇനി മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം നമുക്ക് എല്ലാവർക്കും വേണ്ടിയ ഒരു സംഭവമാണ്. മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം, ഒരൊറ്റ ജോലിയിൽ തന്നെ 9 to 5 ജോബുകൾ തന്നെ ലോകത്ത് ലിറ്ററലി അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. മോർണിംഗ് ടു ഈവനിങ് ജോബ് എന്നുള്ളൊരു കോൺസെപ്റ്റേ ഒരു പക്ഷെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു പല ഫോർമാറ്റുകൾക്കും, നേരത്തെ പറഞ്ഞ ഗിഗ് ഫോർമാറ്റിലേക്കും മറ്റു പല ഫോർമാറ്റുകളിലേക്കും ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. എനി പോയിന്റ് ഓഫ് ടൈം നമ്മുടെ ജോബൊക്കെ നമുക്ക് മിസ്സാകാനൊക്കെ സാധ്യതയുണ്ട്. സോ അവിടെ ഒരു മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം, മേ ബി ഫാമിലിയിൽ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം വേണം. ആസ് എ പേഴ്സൺ യു ഷുഡ് ഹാവ് മൾട്ടിപ്പിൾ ഡൊമൈൻ ഇൻകം. സോ ഇതൊക്കെയാണ് ഇതിനുള്ള സൊല്യൂഷൻസ് ആയിട്ടുണ്ടാവുക. ഇത്തരത്തിലെ AI അല്ലെങ്കിൽ ഡാറ്റ ലിറ്ററസി, AI ഫ്ലുവൻസി, ഇങ്ങനെ എവിടെയൊക്കെ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ, വളരെ ക്വിക്കായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയാണെങ്കിൽ ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു കാലം കൂടിയാണ്. അതർവൈസ് എന്താ പറയാ, ജോലി കൊണ്ടുപോയി നമ്മൾ പിരിച്ചുവിട്ടേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. സോ നമ്മൾ ഓവർ യു ആർ, ഈവൻ ഇഫ് യു ആർ എ പൊളിറ്റീഷ്യൻസ് ഒക്കെ ഇപ്പം എനിക്ക് തോന്നുന്ന വളരെ ക്രിയേറ്റീവ്ലി ഇടപെടേണ്ട ഒരു സമയം കൂടിയാണ്. അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ കുറെ സമയങ്ങളൊക്കെ കാണുന്നത്, ഒരു പ്രശ്നം വന്നാൽ അതിന് സമരം ചെയ്യുക, സമരം വേണ്ടെന്നൊന്നല്ല ഏട്ടൻ പറയുന്നത്. സമരത്തിനൊക്കെ ഒരുപാട് ഗുഡ് സൈഡ് ഉണ്ട്, ബട്ട് ഈക്വലി ബാഡ് സൈഡ് ഉണ്ടാവുന്നുണ്ട്. ആ പ്രശ്നത്തെ വീണ്ടും ചുമ്മാ അനലൈസ് ചെയ്ത് നിൽക്കുകയാണ്. ഇതിനുള്ള സൊല്യൂഷൻസ് ആലോചിക്കാതെ, അല്ലെങ്കിൽ ചുമ്മാ ഗവൺമെന്റിനെ അല്ലെങ്കിൽ ചുമ്മാ മറ്റു പല കമ്പനികളെയൊക്കെ കുറ്റം പറഞ്ഞിരിക്കാതെ
നമുക്ക് ഏറ്റവും വാട്ട് നെക്സ്റ്റ് എന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ച് അത്തരത്തിലുള്ള അവയർനെസ്സുകളും അത്തരത്തിലുള്ള പ്രിപ്പറേഷൻസും നടത്തുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംഭവം. ഞാനിങ്ങനെ എന്റെ പാഷനേറ്റ് ആയിട്ടുള്ള സംഭവമാണ്, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ബട്ട് വി ഹാവ് ഓൺലി വെരി ലിറ്റിൽ ടൈം. അതുകൊണ്ടാണ് മഴ പെയ്യുന്ന പോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ദ ടൈം ഈസ് ഓൾമോസ്റ്റ് അപ്പ്. ഇനി മറ്റെന്തെങ്കിലും സംസാരിക്കണോ? സർ 6 മിനിറ്റ് കൂടെ ഉണ്ട്. ഓക്കെ, നോ പ്രോബ്ലം. ഇങ്ങനത്തെ കുറെ രീതിയിലേക്കൊക്കെയാണ് നമ്മൾ മാറേണ്ടത്. സോ എനിവേ നമുക്ക് ലൈറ്റ് ആയിട്ട് കാണാൻ ഞാൻ ഇതിനെ ആഗ്രഹിക്കുന്നില്ല. നമ്മളൊന്നും ഇത് ബാധിക്കില്ല എന്നുള്ള രീതിയിലേക്ക് ലൈറ്റ് ആയിട്ട് കാണാൻ ഒരു കാരണവശാലും, പ്രത്യേകിച്ചും നമ്മളെ പോലുള്ള ആളുകൾ, ഇപ്പം സിജി പോലുള്ള ഒരു ഗ്രൂപ്പില് അല്ലെങ്കിൽ ഡിവിഷൻ പോലുള്ള ഗ്രൂപ്പില് എനിക്ക് നിങ്ങളോട് തോന്നിയ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് വെച്ചാൽ കണ്ടിന്യൂസ്ലി എവറി ഡേ മോർണിംഗിൽ അസംബിൾ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ലേണിംഗ് മെന്റാലിറ്റി, ലേണിംഗ് മൈൻഡ് സെറ്റ് ഇസ് ദ. സോ നമുക്കൊന്നും ഇതൊരു കാരണവശാലും ലൈറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് ആളുകൾ പേടിപ്പിക്കണം എന്നല്ല. കുറച്ചൊക്കെ ആളുകളെ പേടിപ്പിച്ചേ പറ്റുള്ളൂ, എന്നാലേ ആളുകൾക്ക് ഒരു പക്ഷെ ആ സീരിയസ്നെസ്സിലേക്ക് വരാൻ പറ്റുള്ളൂ. സോ ഇത്തരത്തിലുള്ള സംഭവങ്ങള് നോക്കൂ, ആലോചിച്ച് നോക്കൂ, ഒരു പക്ഷെ ഈ നൂറ്റാണ്ടിന്റെ ഏറ്റവും ബെസ്റ്റ് റിക്വയർമെന്റ് ആയിട്ട് വരുന്നത് ഓൺടർപ്രണർഷിപ്പ് കരിയറുകളാണ്. എംപ്ലോയ്മെന്റിന്റെ അപ്പുറത്തേക്ക് എംപ്ലോയ്മെന്റുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുതിയ പുതിയ ഓൺടർപ്രണേഴ്സ് ഉണ്ടായാലേ പുതിയ പുതിയ ജോബുകൾ ഉണ്ടാവുള്ളൂ. സോ ഇങ്ങനെ പല രീതിയിലും ഇതിന്റെ എഡ്യൂക്കേഷൻ മിഷൻസും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവയർനെസ്സിലേക്കൊക്കെ നമ്മൾ വരിക എന്നുള്ളത് മാത്രമാണ് ഇങ്ങനെയൊക്കെ സൊല്യൂഷൻ. ഐ തിങ്ക് അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ ക്വിക്കായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാനൊക്കെ ഒരു ഭാഗത്ത് ഇത് എന്താ പറയാ എൻജോയ് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള റിസർച്ചുകളും ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ്സ് ഒക്കെ. പക്ഷെ അതേ സമയത്ത് പലപ്പോഴും വളരെ വ്യക്തമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കൊടുക്കാൻ എവിടെയൊക്കെ ഇപ്പൊ ഞാനൊക്കെ എന്താ പറയാ ഒരു ട്രെയിനർ ഒന്നല്ല, ഞാൻ ഒരു സ്പീക്കറോ ട്രെയിനറോ ഒന്നല്ല. പക്ഷെ ഇത്തരത്തിലുള്ള പല വേദികളിലും സംസാരിക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്താ വെച്ചാൽ എവിടെയൊക്കെ എത്ര കൊമ്പത്തുള്ള ആളുകളാണെങ്കിലും എത്ര ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ്സിനെ വളരെ ലൈറ്റ് ആയി എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ദേ ആർ നോട്ട് അവെയർ ഓഫ് സച്ച് തിങ്സ് ഹാപ്പനിങ് ഓൾ അറൌണ്ട് ദി വേൾഡ് ആൻഡ് ദേ ആർ നോട്ട് ടേക്കിംഗ് ഇറ്റ് സീരിയസ്ലി എന്നുള്ളതാണ് എനിക്കൊക്കെ തോന്നുന്ന ഒരു പിക്ചർ. സോ നമുക്ക് ആ പിക്ചറുകളൊക്കെ പൊളിച്ചു മാറ്റി നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ നമ്മുടെ ഫാമിലിയിൽ ഇത്തരത്തിലുള്ള അവയർനെസ് ഉണ്ടാക്കാൻ പറ്റും. ഇത്തരത്തില് ഭീകരവും രസകരമായിട്ടുള്ള ഒരു കാലം വരുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ സൊസൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, അറിയിക്കാൻ പറ്റും. എങ്കിൽ മാത്രമേ ഒരുപക്ഷെ നമ്മൾ മലയാളികളെങ്കിലും, കാരണം ഇത്രയും പ്രബുദ്ധരായിട്ടുള്ള ഇത്തരം സാക്ഷരതയുള്ള ഒരു നാട് ഇതിലൊന്നും പെടാതിരിക്കണമെങ്കിൽ, നമുക്ക് ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ, വലിയ രീതിയിൽ ആളുകളൊക്കെ ഒന്ന് രക്ഷിച്ചു കൊണ്ടുവരണമെങ്കിൽ ഇത്തരത്തിലുള്ള കുറെ പ്രിക്കോഷൻസ് എടുത്തേ പറ്റുള്ളൂ. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് അവയർനെസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട്. ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങളാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. സോഷ്യൽ മീഡിയകളിലൊക്കെ മാക്സിമം സജീവമായിട്ട് നിൽക്കാറുണ്ട്. പലതും കോൺട്രേറിയൻ ആയിട്ടുള്ള വ്യൂസ് ഒക്കെയാണ് എന്നെ പോലുള്ള ആളുകൾക്കൊക്കെ ഉള്ളത്. ചിലതിനൊക്കെ എതിർക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ചില ചീത്തപ്പേരുകൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ചില വാർണിംഗ്സും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഞങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ലേണിംഗ് എന്നുള്ള പല സംഭവങ്ങളാണ് സംസാരിക്കാൻ ശ്രമിക്കുന്നതൊക്കെ. സോ ഡെഫിനറ്റ്ലി നമുക്ക് മറ്റേതെങ്കിലും ഒരു സമയത്ത് സംസാരിക്കാവുന്നതാണ്. അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ തിരിച്ച് നിങ്ങളുടെ അടുത്ത് പഠിക്കാനും ഒക്കെ ഞങ്ങൾ റെഡിയാണ്. നമുക്ക് നോക്കാം എന്തായാലും. എനിവേ താങ്ക് യു ഫോർ ദി ഓപ്പർച്യൂണിറ്റി. റെഡ് ഓഷൻ ബ്ലൂ ഓഷൻ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു സർ, ഒരു ബ്രീഫ് അക്കൗണ്ട്. അതായത് നമ്മള് വൂക്ക വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്, വൂക്ക ബാനി. വൂക്ക ലോകത്തായിരുന്നു നമ്മൾ ഒരു കൊറോണന്റെ സമയം വരെ ജീവിച്ചിരുന്നത്. ഇത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടാവുന്ന ഇൻഫർമേഷൻ ആട്ടോ. വൂക്ക വോളറ്റൈൽ, അൺസർട്ടൈൻ, കോംപ്ലിക്കേറ്റഡ്, ആംബിഗ്യസ് എന്ന് പറയും. ഈ വൂക്ക ലോകം കഴിഞ്ഞ് കൊറോണയ്ക്ക് ശേഷം നമ്മളൊരു ബാനി ലോകത്തേക്ക് എൻറ്റർ ചെയ്തിട്ടുണ്ട്. ബ്രിട്ടിൽ, ആൻഷ്യസ്, നോൺ ലീനിയർ, ഇൻകോംപ്രിഹെൻസിബിൾ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ പറയാ, ലോകത്തിന്റെ ഏതെങ്കിലും മുക്കുമൂലയിൽ നടക്കുന്ന ഒരു സംഭവം നമ്മുടെ കേരളത്തിന്റെ അടുക്കളയിൽ വരെ എഫക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. പണ്ടൊരു യുദ്ധം നടക്കുമ്പോൾ അത് അവിടെ നടക്കുന്നതല്ല നമ്മളെ എഫക്ട് ചെയ്താൽ, നമ്മൾ അടുക്കളയിലെ ഗ്യാസ് കഴിഞ്ഞപ്പോഴാണ് ഇത് അതിന്റെ റിഫ്ലക്ഷൻ, ഒരു റിപ്പിൾ എഫക്ട് ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായത്. സോ ഇങ്ങനെ ഹൈലി ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ലോകത്താണ് ആക്ച്വലി നമ്മളൊക്കെ. ചിലപ്പോൾ ചെറിയൊരു സംഭവം തന്നെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കും, ചിലപ്പോൾ വലിയൊരു ഇമ്പാക്ട് ഒരു പ്രശ്നം പോലും ഉണ്ടാക്കില്ല. ഇങ്ങനത്തെ ഒരു ലോകത്താണ് ബാനി വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. ഈ ബാനി ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ there are plenty of blue ocean opportunities. ബ്ലൂ ഓഷ്യൻ കരിയറുകൾ, അതായത് ട്രഡീഷണൽ മാർക്കറ്റുകളും ട്രഡീഷണൽ ഡൊമൈനുകളും ഒക്കെ ഒരു ഭാഗത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ, എവല്യൂഷൻ നടക്കുകയാണ്. സോ എൻറ്റയർലി പുതിയ പുതിയ മാർക്കറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സോ ട്രഡീഷണൽ കരിയറുകൾ, ട്രഡീഷണൽ ബിസിനസ്സുകളിലൊക്കെ മാറ്റി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അത് ഈ റെഡ് ഓഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ചോരപ്പുഴകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയാം. ചോര എന്ന് പറഞ്ഞാൽ ആ ചോരയല്ല, പക്ഷെ അവിടെ ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ടാകും. ബ്ലൂ ഓഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി ന്യൂ ഡൊമൈൻ. ഒരു പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് അത്ര വേണ്ട രീതിയിലുള്ള കോമ്പറ്റീഷൻസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ബ്ലൂ ഓഷനിൽ ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസും ഉണ്ടായി വരുന്നുണ്ട്.
സോ ഇത്തരത്തിലുള്ള ബ്ലൂ ഓഷൻ മാർക്കറ്റുകൾ ഒരുപക്ഷെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കാം നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അല്ലെങ്കിൽ ഇത് മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുക, അതിനനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരിക്കാം. ഈ ബ്ലൂ ഓഷനിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും കരിയറുകൾ ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. ഒരു ഭാഗത്ത് ജോലികൾ ഇല്ലാതാവുമ്പോൾ, ഈ ട്രഡീഷണൽ റെഡ് ഓഷൻ കരിയറുകൾ ഇല്ലാതാവുമ്പോൾ ഇപ്പുറത്ത് ബ്ലൂ ഓഷൻ ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കരമായിട്ടുള്ള ഒരു ബൂമും ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. സോ ഇതാണ് അതിനെ കുറിച്ച് വളരെ ക്വിക്ക് ആയിട്ട് പറയാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവം. ഇസ് ദർ എനിത്തിങ് എൽസ്? താങ്ക് യു സർ. നമ്മുടെ സമയം ഏകദേശം ആയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഓൾ. ഡിവിഷന്റെ 286 ദിവസം നമ്മോട് സംസാരിച്ചത് അജ്മൽ സാറാണ്. കൊറോ ഹെൽത്ത് കൂട്ടപ്പിരിച്ചുവിടൽ കൊച്ചു കേരളത്തെയും വിഴുങ്ങാൻ പോകുന്ന ആഗോള പ്രതിഭാസത്തിന്റെ ആദ്യ വിറയലുകൾ മാത്രം എന്നൊരു ഡീപ്പായ വിഷയത്തെക്കുറിച്ച് ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് വളരെയധികം സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് സാർ വളരെ ഡീറ്റെയിൽ ആയി അരമണിക്കൂറിനുള്ളിൽ എത്രത്തോളം നമുക്ക് പറഞ്ഞു തരാൻ പറ്റുമോ അത്രത്തോളം സാർ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു എനിക്ക് ഈ മേഖല ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നമുക്ക് കാണാനുണ്ട്. അത്രയും ആത്മാർത്ഥതയോടാണ് അദ്ദേഹം നമുക്കിവിടെ പ്രസന്റ് ചെയ്ത് തന്നിട്ടുള്ളത്. വളരെ നന്ദി സാർ, ഈ ഒരു സെഷൻ, ഈ ഒരു അറിവ് ഞങ്ങൾക്ക് ഇവിടെ പകർന്നു തന്നതിന്. എന്തായാലും ഇതൊരു അവയർനെസ് ക്ലാസ് ആയി തന്നെ മാറിയിട്ടുണ്ട്. ഇതിനെപ്പറ്റി ചിന്തിക്കാത്തവരൊക്കെ ഇതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമെന്ന് വളരെ പ്രത്യാശയോടുകൂടി ആഗ്രഹിക്കുകയാണ്. സാറ് പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ സ്കിൽ അറിഞ്ഞുകൊണ്ട് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ. ലോകം അത്രയും വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമുക്ക് ഇന്നിവിടെ അവസാനിപ്പിക്കാം. സാറിന് സിജിയുടെയും ഡിവിഷൻ ടീമിന്റെയും നന്ദി അറിയിക്കുന്നു. അത് നമ്മുടെ പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസിന്, ഡിവിഷൻ ടീമിന്റെ ഡയറക്ടർ ന്യൂസിയാമയും കൂടെയുള്ള നസീബ, ബഷീർ, തിരശ്ശീലക്ക് പിന്നിലുള്ള എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നാളെ പുതിയൊരു വിഷയമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോട് നമുക്ക് ഇന്ന് വിട പറയാം. ബ്രൂസ്ലി പറഞ്ഞതുപോലെ ജലമാവുക എന്റെ സുഹൃത്തെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടെ നമുക്ക് ഓടുന്ന കാലത്തിനനുസരിച്ച് ജലമായി മാറിക്കൊണ്ട് നമുക്കെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാം. താങ്ക് യു സർ. താങ്ക് യു ഓൾ. താങ്ക് യു.